തെക്കേ ഇന്ത്യയിലെ പുരാതനമായ ഒരു കൊട്ടുവാദ്യമാണ് ഉടുക്ക്. നാടൻ കലകളിലും ക്ഷേത്രങ്ങളിലും അയ്യപ്പൻ പാട്ടുകളിലുമൊക്കെ ഉടുക്ക് ഉപയോഗിക്കാറുണ്ട്. കാവടിയാട്ടം, കാരകം, വില്ലുപാട്ട്, ലാവണിപ്പാട്ട് തുടങ്ങി ഒട്ടുമിക്ക നാടൻ കലകളിലും ഉടുക്കിന് പ്രാധാന്യമുണ്ട്. പുരാതന തമിഴ് സാഹിത്യത്തിൽ ഉടുക്കിനെപ്പറ്റി പരാമർശമുണ്ട്. തുടി എന്നാണ് അന്ന് അറിയപ്പെട്ടിരുന്നത്. ശിവന്റെ രൂപമായ നടരാജൻ്റെ ഇടം കൈയിൽ ഉടുക്കാണ് സങ്കല്പിക്കപ്പെടുന്നത്. മധ്യഭാഗം വ്യാസം കുറഞ്ഞ ഒരു തുകൽ വാദ്യമാണ് ഉടുക്ക്. രണ്ടു വായ്കളിലും തോലുകൊണ്ട് മൂടിയിരിക്കുന്നു. തോൽവായ്കൾ തോൽ ചരടുകൾ കൊണ്ട് മുറുക്കി അവയെ തോളിൽ തൂക്കാൻ വണ്ണം നീളമുള്ള ചരടിനാൽ ബന്ധിച്ചിരിക്കുന്നു. ഇടത് കൈയാൽ ഉടുക്കിൻ്റെ നടുഭാഗത്ത് താഴ്ത്തുകയും അല്പം ഉയർത്തുകയും ചെയ്തുകൊണ്ട് ഉടുക്ക് വായനക്കാരൻ ശബ്ദത്തിൻ്റെ ആവൃത്തി നിയന്ത്രിക്കുന്നു. വലത് കൈയിലെ വിരലുകൾ ഉപയോഗിച്ച് താളമിടുകയും ചെയ്യുന്നു. അരളിയുടെ കാതൽ അല്ലെങ്കിൽ ഓട കൊണ്ട് കുറ്റിയുണ്ടാക്കുന്നു. തുടിയിൽ നിന്ന് ഒരു വ്യത്യസ്തമായ ഒരേ നീളത്തിൽ ചെറിയ കുറ്റിയുണ്ടാക്കുന്നു. തുടിയുടെ കൊട്ടുന്ന രണ്ട് ഭാഗത്തിന് ചന്ദ്രവസ്തു എന്ന് പറയുന്നു. ചന്ദ്രവസ്തു ഉണ്ടാക്കുന്നത് ചെന്തെങ്ങിൻ്റെ പട്ടയുടെ ഉള്ളിലെ ഭാഗം ചീന്തിയെടുത്ത് ചുറ്റി പശയിൽ ഒട്ടിച്ചാണ്. ഇതിനാൽ പശുക്കുട്ടിയുടെ ചാണകസഞ്ചിയുടെ പാടയുടെ തൊലി ഉണക്കി വൃത്തിയാക്കിയാണ് ഉപയോഗിക്കുന്നത്. കുറ്റിയുടെ രണ്ട് ഭാഗത്തും ചന്ദ്രവസ്തു ഒട്ടിച്ചു വെച്ച് കോർത്തിണക്കി കൈകൊണ്ട് കൊട്ടുന്നു.